കണ്ണൂർ പിണറായിയിൽ അങ്കണവാടിയിൽ നിന്ന് തിളച്ച പാൽ നൽകിയതിനെ തുടർന്ന് 5 വയസ്സുകാരന് ഗുരുതരമായി പൊള്ളലേറ്റ സംഭവത്തിൽ പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. അങ്കണവാടി ഹെൽപ്പർ കോളാട് സ്വദേശി വി ഷീബയ്ക്കെതിരെയാണ് കേസെടുത്തത്. അങ്കണവാടി ജീവനക്കാർക്ക് ശ്രദ്ധക്കുറവ് സംഭവിച്ചുവെന്നാണ് ശിശു വികസന പദ്ധതി ഓഫീസറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റ കുട്ടി. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസി ചേരുകയാണ്. സജോ, ഇന്ന് മാതൃദിനമാണ്. മാതൃദിനത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കുഞ്ഞുങ്ങളെ അമ്മമാരെ പോലെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഈ 5 വയസ്സുള്ള കുട്ടിക്കൊക്കെ പാല് കൊടുക്കുമ്പോൾ അതിന് ചൂടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള വിവേചന ബുദ്ധിയുള്ളവരായിരിക്കണമല്ലോ അവിടെ. എന്താണ് സംഭവിച്ചത്? ക്രിസ്റ്റീന, ഇക്കാര്യത്തിൽ അങ്കണവാടി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന കാര്യം പ്രാഥമികമായി തന്നെ വ്യക്തമാണ്. ശിശുവികസന പദ്ധതി ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഈ വിദ്യാർത്ഥി സ്ഥിരമായി ഇവിടെ അങ്കണവാടിയിൽ പോകുന്ന വിദ്യാർത്ഥിയാണ്. 5 വയസ്സാണ് പ്രായം. ഈ കുട്ടി ഭിന്നശേഷിക്കാരനാണ്. അവിടെ തിളച്ച പാൽ ഈ കുട്ടി കുടിച്ചിട്ടും അത് അങ്കണവാടി വർക്കർക്കും ഒപ്പം അവിടെയുള്ള ആയയ്ക്കും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു, അല്ലെങ്കിൽ അവരത് കണ്ടില്ല. അങ്ങനെ ഒരു പിഴവ് സംഭവിക്കുന്നു എന്നത് സാധാരണഗതിക്ക് നിലയിൽ തന്നെ കേൾക്കുമ്പോൾ ആശ്ചര്യജനകമാണ്. തിളച്ച പാലാണ് ഈ കുട്ടി കുടിച്ചത്. നാവിനും ചുണ്ടിനും വായ്ക്കകത്തുമൊക്കെ പൊള്ളലേറ്റു. പിന്നാലെ പിണറായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. അതിനുശേഷം ഗുരുതരമാണെന്ന് കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയുമാണ്. ഇതിൽ ഈ മാതാപിതാക്കളടക്കം പറയുന്നത് ഈ കുട്ടിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. അത് കഴിഞ്ഞ് കുറേയധികം സമയത്തിന് ശേഷമാണ് മാതാപിതാക്കളെ അറിയിക്കുന്നത്. പിന്നീട് ഈ കുട്ടിയുടെ മാതാവ് അവിടെ എത്തിയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു പരിക്ക് പറ്റിയാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒരു വാഹനം വിളിച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് പ്രാഥമികമായും ചെയ്യേണ്ടത്. ഒരു പിഴവ് സംഭവിച്ചു, ഒരു വീഴ്ച സംഭവിച്ചു, ശരി, അടുത്ത കാര്യം ചെയ്യുക എന്നതാണ്. അതുപോലും പിന്നീട് ആ മാതാവ് അവിടെ എത്തിയതിനു ശേഷമാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. അക്കാര്യത്തിൽ പോലും പിഴവ് സംഭവിച്ചു എന്നതാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ അവിടെയുള്ള ഹെൽപ്പർ ആയയ്ക്കെതിരെയാണ്. ആയയാണ് ഈ പാൽ നൽകിയത്. അതിൽ അധ്യാപിക പറയുന്നത് ആയയോട് നിർദ്ദേശിച്ചു പാൽ കൊടുക്കാൻ. പക്ഷേ പിന്നീട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കുറച്ച് കഴിഞ്ഞാണ് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു എന്നാണ്. ഇക്കാര്യത്തിലൊരു ശ്രദ്ധക്കുറവ് സംഭവിച്ചു, ഒരു ജാഗ്രതക്കുറവ് സംഭവിച്ചു. ബോധപൂർവ്വം മനഃപൂർവ്വം വീഴ്ച വരുത്തിയിട്ടില്ല. തിളച്ച പാൽ ഗ്ലാസ്സിൽ പകർന്നു വയ്ക്കുകയാണ് ചെയ്തത്. അത് പിന്നീട് കുട്ടി കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിലൊരു ശ്രദ്ധക്കുറവ് ഉണ്ടായതാണ് എന്നാണ് അവർ നൽകുന്ന മൊഴി. അങ്ങനെ എന്ത് തന്നെ ആയാലും അക്കാര്യത്തിൽ ഗുരുതരമായൊരു വീഴ്ച ജീവനക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. ശരി, കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസിയാണ്.